ശരിയാവില്ല, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വേറെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അദ്ദേഹത്തെ പ്രസിഡൻ്റാക്കി. അതുപോലെ അദ്ദേഹം KSEBയിൽ ഇതേപോലെ KSFയിൽ ഇതേപോലെ അവിടുത്തെ യൂണിയനെ സമീപിച്ച് അവർക്ക് ഇവിടെ 2 യൂണിയൻ എടുക്കാം. അദ്ദേഹം ഒരു യൂണിയനെ സമീപിച്ച് അവരുടെ ഫണ്ടിൽ കിടന്ന പൈസ മുഴുവൻ അഭിനേഷൻ കൊടുക്കാൻ അദ്ദേഹം കൊണ്ടുപോകും. പിന്നെ അതുപോലെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അദ്ദേഹം ചെന്ന് ബന്ധപ്പെടുകയാണ്. ഇപ്പോൾ ബിവറേജ് കോർപ്പറേഷനിൽ നിന്നും അവിടെ ഭയങ്കരമായ ഫണ്ടാണ് അവിടെ നിന്നും ലഭിക്കുന്നത്. അത് വലിയ സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കോർപ്പറേഷൻ എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്നതിലേക്ക് വേണ്ടി അദ്ദേഹം അവിടെ സെയിൽസ്മാൻമാർക്ക് ഒരു യൂണിയനുണ്ട്. ആ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയെ ചെന്നുകൊണ്ട് അവർക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ സ്ഥാനം കൊടുക്കാറുണ്ട് ഒക്കെ സൂചിപ്പിച്ച് അതിനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവർക്ക് അഭിനേഷൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിലവിലുള്ള യൂണിയനെ തകർക്കുന്നതിനാണ് കാര്യം. അതായത് ശ്രീ വയലാർ രവി 86-ൽ ശ്രീ വയലാർ രവി പ്രസിഡൻ്റായിരുന്ന യൂണിയനാണ് അവിടുത്തെ സ്റ്റാഫ് ഓർഗനൈസേഷൻ ANTC. ആ യൂണിയനിലാണ് അവിടെയുള്ള സ്റ്റാഫുകൾ മുഴുവൻ ചേർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റാഫുകളെ എങ്ങനെ പിടിച്ചെടുക്കാമെന്ന് ആലോചിക്കുകയും ഒരു പുതിയ യൂണിയൻ അവിടെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവിടെ സ്റ്റാഫുകളെ മുഴുവൻ ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ട്രാൻസ്ഫറും മറ്റ് കാര്യങ്ങളുമൊക്കെ ചെയ്തു കൊടുക്കാം, നമ്മുടെ ഭരണം ഇവിടെ വരികയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നത് ആ യൂണിയനെ നിലവിലുള്ള യൂണിയനെ കൊടുക്കാനുള്ള നീക്കം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ കൺസ്യൂമർ ഫെഡിൽ ചന്ദ്രശേഖരൻ്റെ പേര് കൺസ്യൂമർ ഫെഡിൽ ഈ ചന്ദ്രശേഖർ അവിടെ എത്തി. അവിടെ നമ്മുടെ യൂണിയൻ്റെ തന്നെ ഒരു ജനറൽ സെക്രട്ടറി നമ്മളെങ്ങനെ മാറ്റാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. കാരണം അദ്ദേഹം 1 കോടിയിലേറെ രൂപയുടെ അഴിമതി അവിടെ നടത്തി. 68 അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ റിക്കവറി നടപടികൾ മാനേജ്മെൻറ്റ് സ്വീകരിച്ച ഒരു സമയമാണ്. അദ്ദേഹത്തെ ഇതിനകത്ത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് നമ്മുടെ യൂണിയന് അപകടം സൃഷ്ടിക്കും എന്ന് കണ്ടുകൊണ്ട് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ അഴിമതി കശുവണ്ടി കോർപ്പറേഷനിൽ 500 കോടിയിൽ പരം രൂപയുടെ അഴിമതി നടത്തി എന്ന് കണ്ടെത്തിയ നമ്മുടെ ഈ ചന്ദ്രശേഖരെ ഇതിനകത്ത് കൊണ്ടുവന്ന് അവിരോധിക്കാൻ വേണ്ടി ഒരു നീക്കം നടത്തി. അപ്പം അതിൽ സംഘടനാ നേതാക്കൾ മുഴുവൻ അതിന് ശക്തമായി എതിരാണ്. അദ്ദേഹം 4-5 ഡെയിലി വേസുകാരെ കയ്യിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം അത് അതിൽ അതിനകത്തുള്ള ഭൂരിപക്ഷം വരുന്ന സംഘടനാ നേതാക്കളും അതിനെ എതിർത്തു. സംഘടനയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ശക്തമായി അതിനെ എതിർത്തു. അതുപോലെ സംഘടനയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ പടി ജോസഫ് ശക്തമായി എതിർത്തു. അതിൻ്റെ വൈസ് പ്രസിഡന്റ് അനിൽ പി സക്കറിയ അതിനെ എതിർത്തു. നമ്മുടെ മറ്റെല്ലാ ഭാരവാഹികളും അതിന് ശക്തമായി ഇപ്പം ഈ അന്നത്തെ ആ നടപടികളുടെ ഭാഗമായിട്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് ഈ അഴിമതിക്കാരനായ ജനറൽ സെക്രട്ടറി പ്രദീപിനെ നമ്മൾ പുറത്താക്കാൻ തീരുമാനിച്ചു. ബാക്കിയുള്ളവരെല്ലാം ചേർന്നുകൊണ്ട് അവിടെ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. അപ്പം അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഞാൻ തുടരുകയാണ് തൽക്കാലികമായിട്ട്. അതിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് ശ്രീ പടി ജോസഫ്, ജനറൽ സെക്രട്ടറിയായിട്ട് LP നായർ, ലേലി വർഗീസ് അതിൻ്റെ സംഘടനാ സെക്രട്ടറി. അപ്പോൾ എല്ലാ സ്ഥലത്തും ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ സമ്മേളനം ഇന്നലെ കഴിഞ്ഞു. അതിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഇപ്പോൾ അദ്ദേഹത്തിൽ ശ്രീ രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അതുപോലെ സെക്രട്ടറി അനസ് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ നല്ലൊരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. അപ്പോൾ ഈ INTCയുടെ സംസ്ഥാന പ്രസിഡന്റ്
ആർ ചന്ദ്രശേഖരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യം കേരളത്തിലെ മുഴുവൻ INTUCയുടെ അഖിലേന്ത്യാ നേതാക്കൾ മുഴുവൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വിടുപണി ചെയ്യുന്ന 2-3 പേർ മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത്. അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് സംസ്ഥാന ഭാരവാഹിയാക്കാം, ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 3 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ അദ്ദേഹം വാങ്ങി ഓരോ നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ INTUCക്കകത്ത് ഭാരവാഹിയാക്കുന്നതിന് പണം വാങ്ങിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് INTUCയിൽ ഉടലെടുത്തിരിക്കുന്നു. അത് ഈ ചന്ദ്രശേഖരനാണ് തുടങ്ങി വെച്ചത്. അദ്ദേഹത്തിന് ഒരു കാരണവശാലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് സംസ്ഥാന കമ്മിറ്റി എറണാകുളത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ഒരു അജണ്ട പോലും തീരുമാനിക്കാതെ ഏകപക്ഷീയമായിട്ട് കുറച്ച് പേര് വിരലെണ്ണാവുന്ന കുറച്ച് പേര് വന്ന് കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ സർക്കാർ പ്രോസിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ച ആർ ചന്ദ്രശേഖരൻ അദ്ദേഹത്തിനെ പ്രസിഡൻ്റാക്കണമെന്ന് തീരുമാനിച്ച അടിസ്ഥാനത്തിൽ അതിശക്തമായ രീതിയിൽ സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഞാനും അന്ന് വർക്കിംഗ് പ്രസിഡൻ്റായിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള പ്രസിഡന്റ് ശ്രീ ആറ്റിങ്ങൽ VS അജിത് കുമാർ അവர்களுം യൂണിയൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അനിൽ പി സക്രിയ അടക്കമുള്ള സംസ്ഥാനത്തിലുടനീളമുള്ള എല്ലാ ജില്ലയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ അതിനെ ശക്തമായി എതിർക്കുകയും ആ ശക്തമായി എതിർക്കുന്നതിൻ്റെ ഭാഗത്തിൽ ഈ നേരത്തെ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ വിജിലൻസ് കേസ് അടക്കമുള്ള കേസുകൾ പ്രതിയായി നിൽക്കുന്ന നമ്മുടെ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയെ മാറ്റി പുതിയ ജനറൽ സെക്രട്ടറിയെ നിയമിച്ച് കൊണ്ടുപോകാനുള്ള നടപടിയുമായിട്ടാണ് കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി പോയെങ്കിലും അദ്ദേഹം അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ആ സംസ്ഥാന കമ്മിറ്റി ഒരു അലങ്കോലമാക്കി പോകുന്ന രീതിയിലേക്ക് കാണാൻ കഴിയും. എന്നിരുന്നാലും കൺസ്യൂമർ ഫെഡിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് കൺസ്യൂമർ ഫെഡ് എന്ന് പറയുന്ന സ്ഥാപനം ടൈറ്റാനിക് കപ്പൽ പോലും മുങ്ങുന്ന ഒരു സ്ഥാപനമായിരുന്നു. അതെല്ലാം മാറ്റിയെടുത്ത് ജീവനക്കാരുടെയും എല്ലാവരുടെയും കഠിനാധ്വാനം കൊണ്ട് ഇപ്പോൾ സ്ഥാപനം വലിയ തോതിൽ ലാഭം കൊയ്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്ന രീതിയിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിൽ അഴിമതി നേരിടുന്നവരെ അല്ലെങ്കിൽ അവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കൾ ട്രേഡ് യൂണിയനിൽ ഒരു ഭാരവാഹിയാക്കുന്നതോട് ഒരു കാരണവശാലും കൺസ്യൂമർക്കുള്ള മനസാക്ഷിയോട് നെഞ്ചത്തിൽ വെച്ച് പറയുന്ന ഒരു ജീവനക്കാർ തന്നെ ഇത്തരം അഴിമതിക്കാരെ തലപ്പത്ത് കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാലം എന്ത് തന്നെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും എന്ത് തന്നെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാലും ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചൊരു നിലപാട് ഒറ്റ തീരുമാനത്തിൽ സംസ്ഥാനത്താകാൻ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം അഴിമതിക്കാരെ ഒരു കാരണവശാലും ഈ കൺസ്യൂമറിൻ്റെ ട്രേഡ് യൂണിയൻ രംഗത്ത് തലപ്പത്ത് കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിന് തന്നെ എന്ത് തന്നെ പ്രയാസം നേരിടുന്നത് ഞങ്ങൾ നേരിടാൻ തന്നെ തയ്യാറാണ്. ഇത്തരം അഴിമതിക്കാരെ പുറത്താക്കുന്നതുവരെ ഞങ്ങൾ ശക്തമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകും. മറിച്ച് ഞങ്ങളിപ്പോൾ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംഘടന തന്നെ പുനർജീവിച്ചിട്ടുണ്ട്. കൺസ്യൂമർ ഫെഡ് എംപ്ലോയീസ് കോൺഗ്രസ് INTUC എന്നുള്ള പേരിൽ രജിസ്ട്രേഷനുള്ള ഒരു സംഘടന നിലവിലുണ്ട്. ആ സംഘടനയുടെ പ്രസിഡൻ്റായി ഒരു പുതിയ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി എല്ലാ ജില്ലയിലും ജില്ലാ സമ്മേളനം നടക്കാനായിട്ട് ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ അതിന് തുടക്കം കുറിച്ച് തിരുവനന്തപുരത്ത് ജില്ലാ സമ്മേളനം നടന്നിട്ടുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം സ്ഥിരം ജീവനക്കാർ നമ്മുടെ യൂണിയനിൽ അംഗത്വമായുള്ള ദിവസ നേതാക്കാരടക്കം എല്ലാവരും പങ്കെടുത്തായിരുന്നു. നല്ലൊരു സമ്മേളനമായിരുന്നു. അതുപോലെ തന്നെ 1-ാം തീയതി നമ്മൾ എറണാകുളം ജില്ലയിൽ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഓരോ ജില്ലയ്ക്കും ഓരോ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റ് അനുസരിച്ച് എല്ലാ ജില്ലയിലും ജില്ലാ സമ്മേളനം കഴിഞ്ഞ ശേഷം സംസ്ഥാന സമ്മേളനം വിളിക്കുകയും ആ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് ബഹുഭൂരിപക്ഷം ജീവനക്കാരുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി ശക്തമായി പോരാടുന്ന നിയമസഭയുടെ അകത്തും പുറത്തും പോരാടുന്ന ഒരാളെ ആരായാലും ഒരാളിനെ അഴിമതിയില്ലാത്ത ഒരാളിനെ ഇതിൻ്റെ പ്രസിഡൻ്റായി KPCCയുടെ അറിവോടുകൂടിയും സമ്മതത്തോടുകൂടിയും മുൻ പ്രസിഡന്റ് ഇപ്പോഴത്തെ ആരോഗ്യ ദേവസ്വം മന്ത്രിമാർ കൂടിയായ ശ്രീ K. മുരളീധരൻ അവരുടെ അനുവാദത്തോടുകൂടി അനുവാദത്തോടുകൂടി തീർച്ചയായിട്ട് ഈ സംഘടനയ്ക്ക് വേണ്ടി സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ അല്ലെങ്കിൽ സംഘടനയിൽ നേരിടുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങൾക്കും അല്ലെങ്കിൽ സംഘടനയുടെ കാര്യങ്ങൾക്ക് ദൈനംദിന കാര്യങ്ങൾ ഇടപെടുവാൻ വേണ്ടിയുള്ള ഒരു ശക്തനായ ഒരു നേതാവ് ട്രേഡ് രംഗത്ത് ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരും. അതുവരെ ഞങ്ങൾ എല്ലാ ജില്ലയിലും ജില്ലാ കമ്മിറ്റി വിളിച്ചുകൂട്ടുകയും അടിയന്തരമായി തന്നെ വളരെ ഓണത്തിന് മുമ്പായി തന്നെ ചിലപ്പോൾ നമ്മൾ പരമാവധി ശ്രമം നടത്തുന്നുണ്ട്. ഓണത്തിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ വിപുലമായ ഒരു സംസ്ഥാന സമ്മേളനം വെച്ച് അതിൽ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന ഭാരവാഹികളെ അടിയന്തരമായി പ്രഖ്യാപിക്കും. ഒരു കാരണവശാലും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, അഴിമതിക്കാരെ വെച്ചുപൊലിപ്പിക്കില്ല.
കൺസ്യൂമർ ഫെഡിൽ അഴിമതിക്കാരെ ജീവനക്കാരായാലും ആരായാലും ശരി അഴിമതിക്കാരെ വച്ചു പൊറിപ്പിക്കില്ല. മാത്രമല്ല അഴിമതി നേരിടുന്ന ഒരാളെ ഇതിൻ്റെ തലപ്പത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഒരു കാരണവശാലും തയ്യാറാവില്ല. പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തന്നെ അത് തയ്യാറാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം. KPCCയുമായി ആലോചിച്ച് KPCC നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ മുൻ പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന ഒരാളിനെ ഇതിൻ്റെ തലപ്പത്ത് കൊണ്ടുവരുവാൻ ഞാൻ ശക്തമായി മുന്നോട്ട് പോകും. അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായും ഒരു സംഘടന പ്രവർത്തകനായും എന്നും ഈ ജീവനക്കാരോടൊപ്പം ഉണ്ടാവുമെന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. തിരുവനന്തപുരം കൺസ്യൂമർ എംപ്ലോയീസ് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. ഈ അഴിമതിക്കാരനായ ആർ ചന്ദ്രശേഖരനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള INTUCയുടെ പരിപാടികൾക്ക് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പരിപൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കും. അതിന് ശക്തമായി